പീച്ചി കസ്റ്റഡി മർദ്ദനത്തിൽ SHO PM രതീഷിന് സസ്പെൻഷൻ. ദക്ഷിണ മേഖല IG-യാണ് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിലവിൽ കടവന്ത്ര SHO ആണ് രതീഷ്. കൂടുതൽ വിവരങ്ങളുമായി വീണ ചേരുന്നു. വീണ, പീച്ചി കസ്റ്റഡി മർദ്ദനത്തിൽ നിലവിൽ ഇപ്പോൾ SHO PM രതീഷിന് സസ്പെൻഷൻ ഉണ്ടായിരിക്കുകയാണ്. തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? പീച്ചി കസ്റ്റഡി മർദ്ദനത്തിൽ SHO PM രതീഷിന് സസ്പെൻഷൻ. വീണ ചേരുന്നു വിവരങ്ങളുമായി. വീണ, പറയൂ. ഒടുവിൽ അങ്ങനെ രോഹിണി, സർക്കാരിന്, മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും നടപടിയെടുക്കേണ്ടി വന്നിരിക്കുന്നു. അതായത് ഇന്ന് നിയമസഭയിൽ ഉണ്ടായ സംഭവങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവങ്ങൾ നടന്ന് വർഷങ്ങൾ കഴിയുന്നു. ഇതിനായി നിയമപോരാട്ടം, അതായത് ആ ഹോട്ടൽ ഉടമ നടത്തിയ നിയമപോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ നീതി ലഭിച്ചിരിക്കുന്നത്. നീതിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ദക്ഷിണ മേഖല IG-യുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ നിയമസഭ നടക്കുന്ന സമയത്തും ഇത്തരം വിഷയങ്ങൾ ചർച്ചയാകുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു സൂചനയും ഉണ്ടായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ SHOയ്ക്ക് നടപടി ഉണ്ടായിരിക്കുന്നു, സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. CCTV അടക്കമുള്ള, അതായത് ഇയാൾ മർദ്ദിക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഹോട്ടൽ ഉടമയെ മർദ്ദിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ആദ്യം പരാതി നൽകിയിരുന്നു. പരാതി നൽകിയതിന് ശേഷം നടപടി ഉണ്ടായില്ല. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ടുള്ള ഈ ഹോട്ടൽ ഉടമയായ ഔസേപ്പിൻ്റെ നിയമ നടപടിക്ക് പിന്നാലെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു ചെറുവിരൽ പോലും അനക്കുന്നത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥരെ എപ്പോഴും സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി അടക്കം സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു വിഷയം സംസ്ഥാനത്ത് ചർച്ചയായതിനു ശേഷം മുഖരക്ഷിക്കാൻ സർക്കാരിന് മറ്റൊരു മാർഗ്ഗമില്ല എന്നുള്ള രീതിയിൽ, തടിയൂരാൻ എന്ന രീതിയിലാണ് ചെറിയ ഒരു നടപടി ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത്. എന്നാൽ ഈ നടപടി ശക്തമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥർ SHO കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള തെളിവ് ഉണ്ടായിട്ട് ഈ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ട് പോലും വൈകിയാണ് ഇപ്പോൾ പോലീസ്, അതായത് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. ദക്ഷിണ മേഖല IG-ആണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം PG-യിൽ SI ആയിരുന്ന സമയത്താണ്, ഉദ്യോഗസ്ഥനായിരുന്ന സമയത്താണ് ഈ ഒരു നടപടി എടുക്കുന്നത്. തുടർന്ന് ഇദ്ദേഹം വിവിധ സ്റ്റേഷനുകളിൽ, മറ്റ് സ്റ്റേഷനുകളിലേക്ക് ഇദ്ദേഹം ജോലിക്ക് പോയി. മാത്രമല്ല സ്ഥാനക്കയറ്റം അടക്കം ലഭിച്ചു, തെളിവുകളടക്കം പുറത്തു വന്നു. എങ്കിൽ പോലും വലിയ ഉദാസീനമായൊരു നിലപാടാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ അന്വേഷണം നടന്നതിൻ്റെ ഭാഗത്തിലാണ്, അതായത് ദക്ഷിണ മേഖല IG-ക്ക് ലഭിച്ച ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ സസ്പെൻഷൻ കൊണ്ട് മാത്രം ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു കസ്റ്റഡി മർദ്ദനത്തിൽ പരിഹാരമാകുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വിഷയമാണ് രോഹിണി. ശരി.